നമസ്തേ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹനുമചരിതത്തിലേക്ക് സ്വാഗതം. ഇത് കർക്കിടക മാസമാണ്. നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് രാമായണമാണെങ്കിൽ ഒരു വ്യത്യസ്തതയുമായി ഗുരുവായൂർ മഞ്ജരീസ് വന്നിരിക്കുന്നു. ഹനുമചരിതം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. പൊതുവെ ആഞ്ജനേയ സ്വാമി അഞ്ജനാപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അഞ്ജനയുടെ പൂർവ്വജന്മത്തെ കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? ദേവഗുരുവായ ബൃഹസ്പതിയുടെ വളർത്തുപുത്രിയായിരുന്നു കുഞ്ചികസ്ഥല. കുഞ്ചികസ്ഥല അതീവ സുന്ദരിയായിരുന്നു. കുഞ്ചികസ്ഥലയെ ഒരു മകളേക്കാൾ കൂടുതൽ ബൃഹസ്പതി സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം കുഞ്ചികസ്ഥലയെ തീർത്തും ഒരു അഹങ്കാരിയാക്കി മാറ്റി. ആരുടെയും മനം മയക്കുന്ന കുഞ്ചികസ്ഥലയുടെ ആ പ്രായവും ബൃഹസ്പതി ദേവഗുരു കൊടുത്ത അമിതമായ വാത്സല്യവും കുഞ്ചികസ്ഥലയ്ക്ക് ആ പ്രായത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. ഒരിക്കൽ വർണ്ണാശ്രമത്തിൽ നിന്നും വൈകുന്നേരം പുറത്തിറങ്ങിയ കുഞ്ചികസ്ഥല നന്ദവനത്തിലൂടെ നടക്കുമ്പോൾ അവിടെ കുറെ ഗന്ധർവ കുമാരന്മാർ അഭ്യാസങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ കുഞ്ചികസ്ഥല അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ബൃഹസ്പതി വന്നു. മകളുടെ ഈ ഒരു വലിയ തെറ്റ് ബൃഹസ്പതി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല, കുഞ്ചികസ്ഥല വളർത്തച്ഛനാണെങ്കിലും അച്ഛനേക്കാൾ ബഹുമാനം കൊടുക്കേണ്ട ആ സമയത്ത് കുഞ്ചികസ്ഥല അച്ഛനോട് അതിരുവിട്ട് സംസാരിച്ചു. രക്ഷിക്കാൻ അർഹതയുള്ളവൻ രക്ഷിതാവാണ് എന്ന് മറക്കുന്ന സമയം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കേണ്ട ആവശ്യമില്ല എന്ന് കുഞ്ചികസ്ഥല പറഞ്ഞു. തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വർണ്ണാശ്രമത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ തെറ്റ് തിരുത്താമായിരുന്നു. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് എന്ന് കുഞ്ചികസ്ഥല അച്ഛനോട് വാദിച്ചു. എന്നാൽ ഈ സമയത്ത് ഗന്ധർവകുമാരന്മാർ ഒളികണ്ണിട്ട് നോക്കുകയും ചെയ്തു. ഇത് കുഞ്ചികസ്ഥലയ്ക്ക് വലിയ അപമാനമായി തോന്നി. എന്നാൽ തന്നോട് ഈ രീതിയിൽ അഹങ്കാരത്തോടെ സംസാരിച്ച മകളെ ഒരു നിമിഷത്തെ കോപത്താൽ ബൃഹസ്പതി ശപിക്കുകയും ചെയ്തു. നീ ഒരു വാനര സ്ത്രീയായി മാറട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു നിമിഷത്തെ ശാപം കുഞ്ചികസ്ഥലയ്ക്ക് വലിയ വേദനയുണ്ടാക്കി. തന്റെ സൗന്ദര്യവും മെയ്യഴകും എല്ലാം നഷ്ടപ്പെട്ട് ഒരു വാനര സ്ത്രീയായി കുഞ്ചികസ്ഥല മാറണമല്ലോ എന്ന് ഓർത്തപ്പോൾ അതീവ ദുഃഖിതയായി അച്ഛന്റെ കാൽക്കൽ വീണുകൊണ്ട് ശാപമോക്ഷം ചോദിച്ചു. താൻ ഒരു നിമിഷം കൊണ്ട് ചെയ്തു പോയ ആ ഒരു തെറ്റ് അതോർത്ത് ബൃഹസ്പതി ഒരുപാട് കരഞ്ഞു. എന്നാൽ അദ്ദേഹം ആ മകൾക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു. അതീവ വേദനയോടെ ബൃഹസ്പതി പുത്രിക്ക് ശാപമോക്ഷം നൽകുന്നതിനോടൊപ്പം വലിയൊരു വരവും കൊടുത്തു. പുത്രി, ശാപം പിൻവലിക്കാൻ നിർവാഹമില്ല. ഉപാസനയിലൂടെ ഏതൊരു തെറ്റും തിരുത്താൻ സാധിക്കും. ആയതുകൊണ്ട് ഇന്ന് നിനക്ക് കിട്ടിയ ശാപം നാളെ ലോകത്തിൽ വലിയൊരു നന്മയായി മാറുന്നതായിരിക്കും. എന്നാൽ ബൃഹസ്പതി പറഞ്ഞ വാക്കുകൾ കുഞ്ചികസ്ഥലയ്ക്ക് മനസ്സിലായില്ല. പുത്രി, സർവാരാധ്യനും സദ്ഗുണസമ്പന്നനും അജേയനുമായ ഒരു പുത്രൻ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ നിന്റെ വയറ്റിൽ ഉദ്ഭവിക്കുന്നതാണ്. ആ പുത്രൻ ജ്ഞാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പര്യായമായി നിലകൊള്ളുന്നതാണ്. ആ കുമാരൻ സ്വാർത്ഥ താല്പര്യങ്ങളോ പദവി മോഹങ്ങളോ ലവലേശവുമില്ലാതെ ഈശ്വരദാസനായും ചിരഞ്ജീവിയായും വിളങ്ങുന്നതാണ്. ഉത്തമ ഭക്തനായ അങ്ങനെ ഒരു കുമാരന് ജന്മം നൽകാൻ നീ ആഗ്രഹിക്കുന്നില്ലേ പുത്രി എന്ന് ബൃഹസ്പതി ചോദിച്ചു. ബൃഹസ്പതി നൽകിയ ഈ അനുഗ്രഹം കുഞ്ചികസ്ഥലയ്ക്ക് വളരെയധികം സന്തോഷം നൽകി. എങ്കിലും വാനര സ്ത്രീയായി ജനിക്കണമല്ലോ എന്ന് ഓർത്ത് കുഞ്ചികസ്ഥലയ്ക്ക് അല്പം വേദനയുണ്ടാക്കി. എങ്കിലും ബൃഹസ്പതിയുടെ തൃപ്പാധാര വിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കുഞ്ചികസ്ഥല ഈ ലോകത്തിലേക്ക് വന്നു. അതിനു മുമ്പ് ശാപമോക്ഷത്തിനോടൊപ്പം ബൃഹസ്പതി മറ്റൊരു അനുഗ്രഹം കൂടി കൊടുത്തു. ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജനിച്ച് ശൈശവദശ പിന്നിടുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു. കുഞ്ചികസ്ഥല ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബൃഹസ്പതി കുഞ്ചികസ്ഥലയുടെ കാതുകളിൽ അഞ്ജന 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 എന്ന് മന്ത്രിച്ചു. കുഞ്ചികസ്ഥലയ്ക്ക് ബോധ്യമായി, ഇനി കുഞ്ചികസ്ഥല എന്ന നാമധേയത്തിലല്ല താൻ അറിയപ്പെടാൻ പോകുന്നത്. രൂപം മാറുന്നതോടൊപ്പം തന്റെ നാമവും മാറുന്നു. ഇനി ഈ ലോകത്തിൽ കുഞ്ചികസ്ഥല അഞ്ജന എന്ന നാമത്തിൽ അറിയപ്പെടും. പുത്രി വിയോഗത്താൽ ബൃഹസ്പതി കേവലം ഒരു സാധാരണ മനുഷ്യനെ പോലെ അലമുറയിട്ട് കരഞ്ഞു. കുഞ്ചികസ്ഥല ഈ ലോകത്തിലേക്ക് വന്നു. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ കണ്ട ഒരു മരത്തിൽ നിന്നും മാമ്പഴം പറിച്ചു ഭക്ഷിക്കാൻ ഒരുങ്ങിയ കുഞ്ചികസ്ഥല ഒരു അശരീരി കേട്ടു. കുഞ്ചികസ്ഥലെ, സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാതെ
പ്രഭാതത്തിലും സന്ധ്യാവേളയിലും ഒരു തുള്ളി ജലപാനം പോലും നീ ചെയ്യരുതെന്ന്. കുഞ്ചിക സ്ഥലയ്ക്ക് മനസ്സിലായി ആ അശരീരി യഥാർത്ഥത്തിൽ പാർവതി പരമേശ്വരൻ്റെതായിരുന്നു എന്ന്.